വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം യെഹെസ്കേൽ പ്രവചനം 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം. ഹെരോദ്യയോ അവൻ്റെ നേരെ പകവച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു, സാധിച്ചില്ല താനും. മഹാനായ ഹെരോദാവിന് തൻ്റെ രണ്ടാമത്തെ ഭാര്യ മറിയംനയിൽ ജനിച്ച മൂത്ത മകനായ അരിസ്റ്റോബുലസിൻ്റെ മകളാണ് ഹെരോദ്യ. ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമൻ്റെ ഇളയ സഹോദരിയുമായിരുന്നു ഹെരോദ്യ. ഹെരോദ്യയുടെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മഹാനായ ഹെരോദാവിൻ്റെ മൂന്നാമത്തെ ഭാര്യയിൽ ജനിച്ച ഫിലിപ്പോസ് എന്ന ഹെരോദുമായി വിവാഹ നിശ്ചയം നടത്തുകയും തുടർന്ന് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്തിപ്പാസ്, അർക്കലയാസ്, ഫിലിപ്പോസ് ഇക്കൂട്ടത്തിലെ ഫിലിപ്പോസ് അല്ല ഹെരോദ്യയുടെ ഭർത്താവായി തീർന്നത്. എന്നാൽ ഈ ഫിലിപ്പോസ് മേൽപ്പറഞ്ഞ 3 പേരെയും പോലെ സമർത്ഥനായ ഒരു ഭരണാധികാരിയും അല്ലായിരുന്നു. തുടർന്ന് ഹെരോദ്യ രാജ്ഞി ഗലീലയുടെയും പെരേയയുടെയും ഭരണാധിപനും തൻ്റെ പിതൃ സഹോദരനുമായ ഹെരോദ് അന്തിപ്പാസിൽ മേൽപ്പറഞ്ഞ മൂന്ന് പേരിൽ ഒരാൾ ആകൃഷ്ടയാകുന്നു. അങ്ങനെ സ്വഭർത്താവിനെ ഉപേക്ഷിച്ച് അന്തിപ്പാസിൻ്റെ ഭാര്യയായി തീരുന്നു. സ്ഥാനമാനങ്ങളിലും ആഡംബര ജീവിതത്തിലും ഭ്രമമുള്ള ഒരു സ്ത്രീയായിരുന്നു ഹെരോദ്യ. ഹെരോദ്യയ്ക്ക് ഒരു മകൾ ഉള്ളതായി തിരുവചനത്തിൽ കാണുന്നു. അവളുടെ പേര് ശലോമി എന്നായിരുന്നു. ഹെരോദ്യ തൻ്റെ മകളെയും കൂടെ കൊണ്ടുപോയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഹെരോദ്യയുടെ സ്വഭാവം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. കുറിവാക്യത്തിൽ നമ്മൾ കേട്ടതാണ്, ഹെരോദ്യയോ അവൻ്റെ നേരെ പകവെച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിക്കുന്നു എന്ന്. ഇത്തരത്തിലെ സ്ത്രീകളെ ഇന്നത്തെ സമൂഹത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. പകവച്ചു പുലർത്തുന്നതും മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും ദൈവരാജ്യത്തിന് കൊള്ളാകുന്ന ഒരു സ്വഭാവ വിശേഷണമല്ല. ഇങ്ങനെ ഒരു സ്ത്രീയുടെ പക ഒരു യുവാവിൻ്റെ ജീവനെ അപായപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. മകൾ ശലോമി മുഖേന തടവിലായിരുന്ന യോഹന്നാൻ സ്നാപകനെ വധിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നീതിയും ന്യായവും വിശുദ്ധിയുമുള്ള യോഹന്നാൻ്റെ ജീവിതം ഹെരോദ്യ നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് ഹെരോദാവ് അഗ്രിപ്പ ഒന്നാമന് രാജസ്ഥാനം ലഭിച്ചതിനാൽ തൻ്റെ ഭർത്താവ് ഹെരോദ് അന്തിപ്പാസിനെയും ഈ സ്ഥാനം ലഭിക്കുന്നതിനായി പ്രേരിപ്പിക്കുന്നു. എന്നാൽ കൈസർ ഹെരോദ് അന്തിപ്പാസിനെ നാടുകടത്തുകയാണ് ഉണ്ടായത്. തൻ്റെ സ്നേഹിതനായ അഗ്രിപ്പായുടെ സഹോദരി എന്ന നിലയിൽ ഹെരോദ്യയ്ക്ക് കൈസർ തൻ്റെ ഭർത്താവിൻ്റെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹെരോദ്യ നാടുകടത്തപ്പെടലിന് വിധിക്കപ്പെട്ട ഭർത്താവിനെ അനുഗമിക്കുകയായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. ഹെരോദ്യയുടെ ചില സ്വഭാവ വിശേഷണങ്ങൾ ഇപ്രകാരമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, തീരുമാനങ്ങൾ എപ്പോഴും മികവുറ്റതായിരിക്കണം. പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ബന്ധങ്ങൾ എപ്പോഴും സുതാര്യമായിരിക്കണം. അസൂയ, പക തുടങ്ങിയ വൈകല്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റുക. സമ്പത്തും അധികാരവും ഹെരോദ്യയുടെ ഒരു ദൗർബല്യം തന്നെ ആയിരുന്നു. ഇന്നത്തെ സമൂഹത്തിലും ഹെരോദ്യയുടെ ദൗർബല്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതിനാൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ആമേൻ.